കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ ഡെപ്യൂട്ടേഷനിൽ പോയ തൊഴിലാളികളുടെ ജോലി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയവർക്ക് സ്റ്റീൽ കോംപ്ലക്സിൽ നിന്ന് NOC ലഭിക്കാതായതോടെയാണ് ജോലി അവതാളത്തിലായത്. സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ ഡെപ്യൂട്ടേഷനിൽ പോയവർക്ക് തിരിച്ച് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാനും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനി സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്തതോടെയാണ് അനിശ്ചിതത്വം ആരംഭിച്ചത്. സ്റ്റീൽ കോംപ്ലക്സിൽ നിന്നുള്ള NOC സമർപ്പിച്ചാൽ മാത്രമേ ബീവറേജസിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വർഷം തോറും അത് പുതുക്കാൻ സാധിക്കൂ. സ്വകാര്യ കമ്പനി സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്തതോടെ NOC അനുവദിക്കാനാവില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 13 പേരാണ് ബീവറേജസ് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്നത്. അതിലൊരാളായ P ശിവദാസനെ കഴിഞ്ഞ മാസം ജോലി നഷ്ടമായി. NOC കൊടുക്കാൻ വേണ്ടി ഞാൻ ഗവൺമെന്റിലേക്കും അതുപോലെ ഇവിടുത്തെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ GMO-ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അത് ഒരു ജിയോ ഗവൺമെന്റ് ഇറക്കിയതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവരൊക്കെ കൈ ഒഴിയാണ്ടായത്. എനിക്ക് ഒരു NOC കിട്ടിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് അവർ റിലീവ് ചെയ്തു. ഇപ്പം ഞാൻ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോയിൻ ചെയ്യാനും കഴിയുന്നില്ല. എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാനും കഴിയാത്തൊരവസ്ഥയാണ്. ആകെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നല്ലൊരു ഓണാണ് വരുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കമായതിനാൽ വലിയ ശമ്പളമൊന്നുമില്ല. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇനിയും ഗവൺമെൻറ് അടുത്ത് വീണ്ടും പോകണമെന്നോ എന്താണെന്നുള്ളത് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒന്നും നടക്കുന്നില്ല. ഡിസംബറിൽ NOC സമർപ്പിച്ചാൽ മാത്രമേ ബീവറേജസിൽ അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് ജോലി തുടരാനാവൂ. സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതിനെ തുടർന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറെ ചുമതലപ്പെടുത്തിയതായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഉത്തരവിറങ്ങാത്തതിനാൽ ജനറൽ മാനേജർക്ക് ചുമതല ലഭിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്.